ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുവാനായിട്ട് കൊച്ചി മെട്രോ റെയിൽ അങ്കമാലി വരെ മെട്രോ റെയിൽ നീട്ടുവാനായിട്ടുള്ള പദ്ധതിയിലാണിപ്പോൾ. അതിനായിട്ടുള്ള ടെൻഡറുകൾ KMRL കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അതിനായിട്ടുള്ള ടെൻഡറുകൾ വിളിച്ചു തുടങ്ങി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. അങ്കമാലി വരെ നീട്ടുവാനായിട്ട്, അതായത് മൂന്നാം ഘട്ടം, അതായത് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ സജീവമാണ്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് കാക്കനാട്, ഇപ്പോൾ പണി നടക്കുന്നു. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ആലുവ മുതൽ അങ്കമാലി വരെ, അതായത് ആലുവ മുതൽ അങ്കമാലി വരെയും. അതോടൊപ്പം മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ പുതിയ മെട്രോ പദ്ധതി ഉണ്ടാവുക. ആലുവ, നെടുമ്പാശ്ശേരി, അതോടൊപ്പം അങ്കമാലി എന്നിങ്ങനെയായിരിക്കും വരിക. ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത്, അതായത് പ്രതീക്ഷിക്കുന്ന ചിലവെന്ന് പറയുന്നത് എലിവേഷൻ ട്രാക്കുകൾക്കായിട്ട് 250 കോടിയും അതോടൊപ്പം ഭൂഗർഭ പാതയും പരിഗണനയിലുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഭൂഗർഭ പാതയിലാണെങ്കിൽ 450 കോടിയാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന ചിലവെന്ന് പറയുന്നത്. ഇതിന് കേന്ദ്ര സർക്കാരും അതോടൊപ്പം KMRL ഡയറക്ടർ ബോർഡും അനുമതി നൽകിയിട്ടുണ്ട്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ബോർഡും ഈ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആലുവ മുതൽ അങ്കമാലി വരെ നീളുന്നതോടുകൂടി വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ ഒക്കെ പോകാൻ വിമാനത്തെ ആശ്രയിക്കുന്നവർക്ക് ഏതായാലും അതൊരു സന്തോഷ വാർത്തയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മണിക്കൂറുകൾ ബ്ലോക്കിൽ കിടക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്നത് മറ്റൊരു സന്തോഷ വാർത്തയാണെന്ന് പറയാം. ഏതായാലും ആ ഒരു പരിഗണനയിലാണ്. അപ്പോൾ അത് ഏതായാലും അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഓൾറെഡി മൂന്നാം ഘട്ടം കാക്കനാട് വരെയുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലാരിവട്ടത്തിൽ നിന്ന് കാക്കനാട് വരെയുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതേ തുടർന്ന് ഇപ്പോൾ ആലുവ മുതൽ അങ്കമാലി വരെ പുതിയത് നടത്തുന്നതോടൊപ്പം തൃശ്ശൂർ പോകേണ്ടവർക്കും ഇപ്പോൾ വളരെയധികം എളുപ്പമാകുമെന്ന് പറയാം. കാരണം അങ്കമാലി വരെ മെട്രോ ഉണ്ടെങ്കിൽ പിന്നെ തൃശ്ശൂർ പോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. കാരണം തൃശ്ശൂർ എറണാകുളം ബോർഡർ സിറ്റിയാണല്ലോ അങ്കമാലി എന്ന് പറയുന്നത്. അങ്ങനെ ഒട്ടേറെ പ്രയോജനങ്ങൾ ഏതായാലും ഈ മെട്രോ വരുന്നതോട് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിമാനയാത്രക്കാർക്ക് വളരെയധികം എളുപ്പമാകും. അതോടൊപ്പം തൃശ്ശൂർ പോകുന്നവർക്കും വളരെയധികം എളുപ്പമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നിലവിലുള്ളത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ളതാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അങ്കമാലി മെട്രോയും കൂടെ വരുന്നതോടുകൂടി മെട്രോ യാത്രക്കാർക്ക് അതൊരു സന്തോഷ വാർത്തയായിരിക്കും. കാരണം ബ്ലോക്കൊന്നും ഇല്ലാതെ തന്നെ കൊച്ചി നഗരം മൊത്തം ചുറ്റിക്കാണുവാനായിട്ടും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഇതിനുള്ള ടെൻഡറുകൾ വിളിച്ചു കഴിഞ്ഞു. ഏതായാലും ഉടൻ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തുകയും ചെയ്യും. ഏതായാലും മെട്രോ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിമാനത്തിന് പോകുന്ന പാസഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷ വാർത്തയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആലുവ ടു നെടുമ്പാശ്ശേരി ടു അങ്കമാലി, അങ്ങനെ പെട്ടെന്ന് തന്നെ എത്തുവാനും ബ്ലോക്കിൽ പെടാതെ തന്നെ സമയത്തിന് മുമ്പ് തന്നെ എയർപോർട്ടിലേക്ക് എത്തുവാനും സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.